ഹായ് ഫ്രണ്ട്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഭാഗത്തെ ഇൻപുട്ട് ഉപകരണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ PSC ഐഡിയാസിൻ്റെ ക്ലാസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് നോക്കാം. വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയാണ് ഇൻപുട്ട്. എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയാണ് ഇൻപുട്ട്. ഇൻപുട്ട് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നത് ഇൻപുട്ട് ഉപകരണങ്ങൾ. എന്താണ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ? ഇൻപുട്ട് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നതാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ. അതുപോലെ ഇൻപുട്ട് വിവരങ്ങളെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ബൈനറി വിവരങ്ങളാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ. എന്താണ്? ഇൻപുട്ട് വിവരങ്ങളെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ബൈനറി വിവരങ്ങളാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ്. ഏതാണ്? കീബോർഡ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ്. കീബോർഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് റൈറ്റിന്റെ ഘടനയുള്ള ഉപകരണം. അതാണ് കീബോർഡ്. കീബോർഡ് എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് റൈറ്റിന്റെ ഘടനയുള്ള ഉപകരണം. അതാണ് കീബോർഡ് എന്ന് പറയുന്നത്. അതുപോലെ ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ്. എന്താണ്? ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ് എന്ന് പറയുന്നത്. കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ലെതാം ഷോർട്സ് ആണ്. ആരാണ് കീബോർഡ് കണ്ടുപിടിച്ചത്? ക്രിസ്റ്റഫർ ലെതാം ഷോർട്സ്. അതുപോലെ കീബോർഡിൽ ആൽഫ ന്യൂമറിക് കീകൾ 2 എണ്ണമാണുള്ളത്. ആൽഫ ന്യൂമറിക് കീകൾ, കീബോർഡിലുള്ള ആൽഫ ന്യൂമറിക് കീകൾ ലെറ്റേഴ്സും നമ്പേഴ്സും 2 ടൈപ്പാണ്. ലെറ്റേഴ്സും നമ്പേഴ്സുമാണ് ആൽഫ ന്യൂമറിക് കീകൾ. കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം. കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം 12 എണ്ണമാണ്. 12 കീകളാണ് കീബോർഡിലെ ഫംഗ്ഷൻ കീകളായിട്ട് ഉള്ളത്. അതുപോലെ ഒരു വിൻഡോസ് കീബോർഡിലെ കീകളുടെ എണ്ണം എത്ര? ഒരു വിൻഡോസ് കീബോർഡിലെ കീകളുടെ എണ്ണം 104 എണ്ണമാണ്. 104 എണ്ണമാണ് ഒരു വിൻഡോസ് കീബോർഡിലെ കീകളുടെ എണ്ണം. കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ. കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീയാണ് സ്പേസ് ബാർ കീ. സ്പേസ് കീ എന്ന് പറയുന്ന സ്പേസ് ബാർ കീ ആണ് കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിന്റെ കീബോർഡിലെ ഇടത്തെ അറ്റത്ത് മുകളിലായി കാണപ്പെടുന്ന കീ ഏതാണ്? ഒരു കമ്പ്യൂട്ടറിന്റെ കീബോർഡിലെ ഇടത്തെ അറ്റത്ത് മുകളിലായി കാണപ്പെടുന്ന കീയാണ് എസ്കേപ്പ് കീ. എന്താണ്? എസ്കേപ്പ് കീ എന്നറിയപ്പെടുന്നത്. അടുത്ത പ്രധാന ഇൻപുട്ട് ഉപകരണമാണ് മൗസ്. എന്താണ്? അടുത്ത പ്രധാന ഇൻപുട്ട് ഉപകരണമാണ് മൗസ്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ഉപകരണമാണ് മൗസ്. എന്താണ്? കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ഉപകരണം. ഒരു പോയിന്റിംഗ് ഉപകരണമാണ് മൗസ് എന്ന് പറയുന്നത്. മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് എംഗൽബർട്ട് ആണ്. ആരാണ്? ഡഗ്ലസ് എംഗൽബർട്ട് ആണ് മൗസ് കണ്ടുപിടിച്ചത്. അതുപോലെ മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് സിറോക്സ് പാർക്ക്. സിറോക്സ് പാർക്കാണ് മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനി. കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത അളക്കാനുള്ള യൂണിറ്റ് എന്താണ്? കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത അളക്കാനുള്ള യൂണിറ്റ് ആണ് മിക്കി. കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത അളക്കാനുള്ള യൂണിറ്റ് ആണ് മിക്കി എന്നറിയപ്പെടുന്നത്. മൗസിനെ നമുക്ക് ഇങ്ങനെയും പറയാം: മോണിറ്ററിൽ കാണുന്ന വിവിധ ഐക്കൺ സെലക്ട് ചെയ്യുന്നതിനും അവയെ ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഉപകരണം. എന്താണ് മൗസ് എന്ന് പറഞ്ഞാൽ? മോണിറ്ററിൽ കാണുന്ന വിവിധ ഐക്കൺ സെലക്ട് ചെയ്യുന്നതിനും അവയെ ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഉപകരണം. അതാണ് മൗസ് എന്ന് പറയുന്നത്. അതുപോലെ പ്രോഗ്രാം ഫയലുകളെയോ കമ്പ്യൂട്ടറിലെ മറ്റ് ഫംഗ്ഷനെയോ സൂചിപ്പിക്കുന്ന മോണിറ്ററിലെ ചിഹ്നങ്ങളും ചിത്രങ്ങളുമാണ് ഐക്കൺ എന്ന് പറയുന്നത്. ഐക്കൺ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഫയലുകളെയോ കമ്പ്യൂട്ടറിലെ മറ്റു ഫംഗ്ഷനെയോ സൂചിപ്പിക്കുന്ന മോണിറ്ററിലെ ചിഹ്നങ്ങളും ചിത്രങ്ങളുമാണ് ഐക്കൺ എന്ന് പറയുന്നത്. അതുപോലെ മോണിറ്ററിലെ ഐക്കണുകൾ സെലക്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുന്ന മൗസ് ബട്ടനാണ് ഇടതു ബട്ടൺ. ഏതാണ്? ഇടതു ബട്ടനാണ്
മോണിറ്ററിലെ ഐക്കണുകൾ സെലക്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുന്ന മൗസ് ബട്ടൺ. ഷോർട്ട് കട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടാനായി ചെയ്യുന്നത്. എന്താണ് ഷോർട്ട് കട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടാനായി ചെയ്യുന്നത്? റൈറ്റ് ക്ലിക്കാണ് ഷോർട്ട് കട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടാനായി ചെയ്യുന്നത്. അടുത്തതായി വരുന്ന പ്രധാന ഇൻപുട്ട് ഉപകരണമാണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. ഏതാണ് അടുത്തതായി വരുന്ന പ്രധാന ഇൻപുട്ട് ഉപകരണമാണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ഇൻപുട്ട് ഉപകരണമാണ് ട്രാക്ക് ബോൾ എന്ന് പറയുന്നത്. എന്താണ് ട്രാക്ക് ബോൾ എന്ന് പറയുന്നത്? മറ്റൊരു പ്രധാന ഇൻപുട്ട് ഉപകരണമാണ്. ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ പോയിന്റിങ്ങിനായി ഉപയോഗിക്കുന്നതാണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. എന്താണ് ടച്ച് പാഡ് എന്ന് പറഞ്ഞാൽ? ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ പോയിന്റിങ്ങിനായി ഉപയോഗിക്കുന്നത് ടച്ച് പാഡാണ്. അതുപോലെ കമ്പ്യൂട്ടറിൽ മൗസിന് പകരമായി ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഉപകരണം ഏതാണ്? കമ്പ്യൂട്ടറിൽ മൗസിന് പകരമായി ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഉപകരണം ട്രാക്ക് ബാളാണ് കമ്പ്യൂട്ടറിൽ മൗസിന് പകരമായി ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഉപകരണം. മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനം എന്താണ്? OMR ആണ് മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനം. വ്യത്യസ്ത രീതിയിലുള്ള കറുപ്പും വെളുപ്പും വരകളായി ഡേറ്റ കോഡിംഗ് ചെയ്യുന്ന രീതിയാണ് ബാർകോഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ബാർകോഡിംഗ് എന്ന് പറഞ്ഞാൽ? വ്യത്യസ്ത രീതിയിലുള്ള കറുപ്പും വെളുപ്പും വരകളായി ഡേറ്റ കോഡിംഗ് ചെയ്യുന്ന രീതിയാണ് ബാർകോഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഇൻപുട്ട് ഉപകരണമാണ് ബാർകോഡ് റീഡർ. എന്താണ് ബാർകോഡ് റീഡർ? മെയിനായിട്ടുള്ള ഒരു ഇൻപുട്ട് ഉപകരണമാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ഇൻപുട്ട് ഉപകരണമാണ് ജോയ്സ്റ്റിക് എന്ന് പറയുന്നത്. എന്താണ് ജോയ്സ്റ്റിക് എന്ന് പറയുന്നത്? മറ്റൊരു ഇൻപുട്ട് ഉപകരണമാണ്. പ്രിന്റ് ചെയ്ത ബ്ലാക്ക് വൈറ്റ് വരകളെ ഡീകോഡിംഗ് സമയത്ത് നമ്പറാക്കി മാറ്റുന്ന ഉപകരണമാണ് ബാർകോഡ് റീഡർ. എന്താണ് ബാർകോഡ് റീഡർ എന്ന് പറഞ്ഞാൽ? പ്രിന്റ് ചെയ്ത ബ്ലാക്ക് വൈറ്റ് വരകളെ ഡീകോഡിംഗ് സമയത്ത് നമ്പറാക്കി മാറ്റുന്ന ഉപകരണം. അതാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഉപകരണമാണ് ജോയ്സ്റ്റിക് എന്ന് പറയുന്നത്. എന്താണ് ജോയ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടർ ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഉപകരണം. അതാണ് ജോയ്സ്റ്റിക് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ എന്ന് പറയുന്നത്. എന്താണ് സ്കാനർ എന്ന് പറയുന്നത്? ഒരു ഇൻപുട്ട് ഉപകരണമാണ്. അതുപോലെ മറ്റൊരു ഇൻപുട്ട് ഉപകരണമാണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത് മറ്റൊരു ഇൻപുട്ട് ഉപകരണമാണ്. പേപ്പർ, ഡോക്യുമെന്റ്സ്, പ്രിന്റർ, ടെക്സ്റ്റ് എന്നിവയെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്ന ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ എന്ന് പറയുന്നത്. എന്താണ് സ്കാനർ എന്ന് പറഞ്ഞാൽ? പേപ്പർ, ഡോക്യുമെന്റ്സ്, പ്രിന്റർ, ടെക്സ്റ്റ് എന്നിവയെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്ന ഇൻപുട്ട് ഉപകരണം. അതാണ് സ്കാനർ. അതുപോലെ സ്ക്രീനിൽ നേരിട്ട് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേനയുടെ ആകൃതിയിലുള്ള ഇൻപുട്ട് ഉപകരണമാണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. എന്താണ് ലൈറ്റ് പെൻ എന്ന് പറഞ്ഞാൽ? സ്ക്രീനിൽ നേരിട്ട് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേനയുടെ ആകൃതിയിലുള്ള ഇൻപുട്ട് ഉപകരണം. അതാണ് ലൈറ്റ് പെന്ന് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ഇൻപുട്ട് ഉപകരണമാണ് ഡിജിറ്റൽ ക്യാമറ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഡിജിറ്റൽ ക്യാമറ മറ്റൊരു പ്രധാന ഇൻപുട്ട് ഉപകരണമാണ് ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്നത്. മറ്റൊരു ഇൻപുട്ട് ഉപകരണമാണ് മൈക്രോഫോണ് ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ഇത്രയുമാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ഇൻപുട്ട് ഉപകരണങ്ങളാണ്. ഹാർഡ്വെയറിലെ ഇൻപുട്ട് ഉപകരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.